إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റമദാനിലൂടെ ഒരുപാട് നന്മകൾ ചെയ്ത്, അത് നിസ്കരിച്ചു കൊണ്ടാകട്ടെ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാകട്ടെ, ഖുർആൻ പാരായണം ചൊല്ലിക്കൊണ്ടാകട്ടെ, ഏത് വിധേനയും റബ്ബിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ച ആളുകൾക്ക് സന്തോഷിക്കാൻ ഏറെ സാധിക്കുന്നൊരു മാസത്തിലാണ് നമ്മളുള്ളത്. റമദാനിലൂടെ നാവിനെയും മനസ്സിനെയും നന്നാക്കി ഇനി അങ്ങോട്ടുള്ള ജീവിതം എൻ്റെത് ഉഷാറാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മാറ്റം വരുത്തിയ ആളുകൾക്ക് സന്തോഷിക്കാം. ഭർത്താവിനും മക്കൾക്കും വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വന്തം ക്ഷീണം അകറ്റി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരികൾക്കും സന്തോഷിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്ക് റമദാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ബറക്കത്തുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഒരു ഹദീസിൽ പറഞ്ഞു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. ആകാശത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ആളുകൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരുവീൻ എന്ന് അവിടുന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. റമദാൻ ആയിട്ടുകൂടി ജീവിതത്തിൽ മാറ്റം വരാതെ എന്താണോ പാപം ചെയ്തിരുന്നത് ആ പാപത്തിലായിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ഭൗതിക സുഖത്തിൽ കഴിയുന്ന കൂട്ടരെ നിങ്ങളത് നിർത്തി അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരുവീൻ. ഖുർആനിൻ്റെ മാസമായ ഈ പരിശുദ്ധ റമദാനിൽ ഖുർആനിൽ നിന്നൊരു ഭാഗം പോലും പാരായണം ചെയ്യാതെ ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ എത്രയെ വേറെ ആരാണ് നഷ്ടക്കാരായിട്ടുള്ളത്? അതുകൊണ്ട് ഒരു മലക്ക് വിളിച്ചു പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ബാഗിയ ശർരി അഖ്ബിൽ. തിന്മ ആഗ്രഹിക്കുന്നവനെ അക്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതിൽ കുറവ് വരുത്തിക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നിങ്ങൾ കടന്നു വരുവീൻ. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിച്ച് തിന്മകൾ പാടെ ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ എന്നൊരു വിഭാഗത്തിൽ ഉൾപ്പെടുവാനും പരിശുദ്ധ റമദാനിലൂടെ നോമ്പനുഷ്ഠിച്ചും മറ്റു നോമ്പിലൂടെയുമായി റയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ് വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ.
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പരിശുദ്ധ റമദാന്റെ ലക്ഷ്യം പറഞ്ഞ സമയത്തും ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഥവാ തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ റമദാൻ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുള്ളത്. നോമ്പ് വെച്ചിട്ടുള്ളതും അത് തന്നെയാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യപ്പെടുന്നത് സ്വർഗം അത് മുത്തഖീങ്ങൾക്കാണ്. ആ തഖ്വ നിങ്ങൾ ഈ റമദാനിലൂടെ നേടിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, റമദാനിലാകട്ടെ മറ്റ് മാസങ്ങളിലാകട്ടെ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ദിക്റുകൾ ചെല്ലുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് റമദാനിൽ ദുആ, അതിനു വേണ്ടി ഒരു സമയം നമ്മളെല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു ദഅവാതിൻ ലാ തുറദ്, 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ വാലിദ് വദഅവത്തുസ് സായിം വദഅവത്തുൽ മുസാഫിർ. നോക്കൂ, 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. അതുപോലെ തന്നെ വദഅവത്തുസ് സായിം, നോമ്പനുഷ്ഠിക്കുന്നവന്റെ നോമ്പും പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന ഈ വേളയിൽ, ആ പകലിൽ അള്ളാഹുവിനോട് നമുക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തുന്നു, നിസ്കാരത്തിന് ജമാഅത്തിന് നമ്മൾ പള്ളിയിലെത്തുന്നു, അതുപോലെ ദിക്റിന് വേണ്ടി സമയം കണ്ടെത്തുന്നു, അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു സമയം നമ്മളത് മാറ്റിവെക്കേണ്ടതുണ്ട്. റമദാനിന്റെ പകലിലും അതുപോലെ തന്നെ രാത്രിയിൽ അന്ത്യാമങ്ങളിലും അത്തായത്തിന്റെ സമയങ്ങളിലും സുജൂദിലുമായി കൊണ്ടെല്ലാം റബ്ബിനോട് നമ്മൾ എന്താണ് ആവശ്യം, ആ ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക. കാരണം നമ്മളിൽ ആരുണ്ട് പാപങ്ങൾ ചെയ്തു പോകാത്ത, ചെറുതും വലുതുമായ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പ്രയാസം ജീവിതത്തിൽ ഇല്ലാത്തൊരു മനുഷ്യനുമില്ല. ജീവിതത്തിൽ സാമ്പത്തികമായി ഞെരുക്കമില്ലാത്തൊരു മനുഷ്യരുമില്ല. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നു. വാർദ്ധക്യത്തിലാകട്ടെ, കുഞ്ഞുനാളിലാകട്ടെ, യുവത്വത്തിലാകട്ടെ, എല്ലാ ഘട്ടങ്ങളിലും ആരോഗ്യകരമായി കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് ആ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പ്രയാസങ്ങൾ നീക്കുവാൻ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് പറയുന്നു, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫുസ് സൂ. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ പ്രയാസം വന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ എന്താക്കും? ഞാൻ ഉത്തരം നൽകും. അവന്റെ കഷ്ടതകളെ ഞാൻ എന്താക്കി കളയും? നീക്കിക്കളയുമെന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ആശയം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും താങ്കളോട് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അവർ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ പരിശുദ്ധ റമദാനിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെ പ്രാർത്ഥന കേൾക്കുവാൻ അല്ലാഹു തയ്യാറുമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുകയും
നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ശാരീരികമായി കൊണ്ടാകട്ടെ, മാനസികമായി കൊണ്ടാകട്ടെ, ഏത് പ്രയാസത്തെയും നീക്കുവാനും തയ്യാറാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറയുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ആ ഒരു മൈൻഡിലാകരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഞാൻ ചോദിക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ എനിക്ക് നൽകിയിട്ടുണ്ട്, ആ നന്മകൾ നൽകി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊരു ബോധ്യം വേണം. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു, അത് നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഖൈറ് മറ്റൊരവസരത്തിൽ ലഭിക്കുന്നതാണ് എന്ന് നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ട് അതല്ല തന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നില്ല എന്നല്ല, മറിച്ച് ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് നന്മകൾ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയും തേടുമെന്നുള്ള ആ ഒരു മൈൻഡ് ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു തആല, ഞാൻ പറഞ്ഞുവല്ലോ, ഏത് പ്രയാസത്തെയും ആ പ്രയാസത്തെ നീക്കി തരുവാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കഴിയും. അതുപോലെ തന്നെ വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള ഓരോ മനുഷ്യനും റബ്ബ് സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, ഞാൻ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ റഹ്മത്തിന്റെ ഫലമായി കൊണ്ട് സ്വർഗം നൽകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുണ്ട്. മാത്രവുമല്ല അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ ഇൽഹാ നടത്തണം. അഥവാ എന്താണോ നിങ്ങൾ ആവശ്യം അത് കിട്ടുവോളം ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഒരു മനുഷ്യനോട് നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അവന് പ്രയാസമായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. അള്ളാഹു ഇൽഹാ നടത്തുന്ന ആളുകളെ, ആവർത്തിച്ച് ചോദിക്കുന്ന ആളുകളെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു തആല തൗബകൾ ചെയ്യുന്ന ആളുകളെ കൊണ്ട് സന്തോഷിക്കുമെന്ന ഹദീസിൽ വന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും, ചെറുതും വലുതുമായി കൊണ്ട് ഒരുപാട് പാപങ്ങൾ. ആ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റു പറയേണ്ട ഒരു അവസരമായി കൊണ്ട് ഈ പരിശുദ്ധ റമളാനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ദ്വലാലത്തിലാക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും മുസ്ലിമീങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുള്ള ശുക്ർ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഫഖീർ, ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്താതെ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആല ഐശ്വര്യവാനാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആരോഗ്യം നൽകി വേണ്ടതും എത്രയാണ് നമുക്ക് വേണ്ടത് ആ ഒരു തോതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്നൊരു മനസ്സിലായിരിക്കരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകും, ദൃഢവിശ്വാസിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ഓരോ മനുഷ്യനും എന്താണോ റിസ്ക് വേണ്ടത് ആ റിസ്ക് എല്ലാം നൽകിയവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഇനി അങ്ങോട്ടുള്ള ആളുകൾക്കും റിസ്ക് നൽകുന്നവനും അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് പ്രയാസവും റിസ്ക്കായി നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കഴിയും. അതുകൊണ്ട് ആ ഒരു നല്ല മനസ്സോടുകൂടി നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മയാകട്ടെ, ആ നന്മക്കേറെ പ്രതിഫലം നൽകുന്ന ഷക്കൂറാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ആ ഒരു മനസ്സോടെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ വേറെ ആരാധനയില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുവാൻ ഈ പരിശുദ്ധ റമളാനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ആളുകളുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ അകറ്റണമേ. അല്ലാഹുവേ, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കുകയും അവർക്ക് നീ ഏറെ നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ. അല്ലാഹ്, മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവർക്ക് നീ പുറത്തു നൽകുകയും ചെയ്യണമേ. അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും നീ പുറത്തു മാപ്പാക്കണമേ. അല്ലാഹ് റബ്ബേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏത് നന്മയും നീ സ്വീകരിക്കുകയും അതിന് ഏറെ പ്രതിഫലം നൽകുകയും ചെയ്യണമേ. അല്ലാഹ്.
അള്ളാഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. الصلاة.